ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ പറാത്തയുടെ റെസിപ്പിയാണ്. ഇതൊരു ചിക്കൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പറാത്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബാക്കി വരുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു പറാത്തയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, 2 ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഓയിലും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ പാല് ഒഴിച്ചിട്ട് കുഴക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ കുറേശ്ശെ കുഴച്ചിട്ട് നമ്മൾ സാധാരണ പൂരിക്ക് പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. ഈ വെള്ളം കൂടി പോയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കഴുകി വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. പൊറോട്ടയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് കുഴക്കുന്തോറും അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ കൂടുതൽ സമയം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മണിക്കൂറൊക്കെ മതി. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. സാധാരണ പൊറോട്ട കുഴച്ച് വെക്കുന്ന സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതുവരെ മാവ് റെസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു പാനിൽ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ വഴറ്റിയെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓയിലോ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, തക്കാളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇനി ബീഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റബിൾ കൊണ്ട് എന്തെങ്കിലും മസാല ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫിഷ് കഴിക്കുന്നവരാണെങ്കിൽ മീൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ തന്നെ നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കുക, അത്രയേ ഉള്ളൂ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളകൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ്, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയായിരുന്നു എടുത്തത്. അതൊന്ന് വെന്തതിന് ശേഷം എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി, തക്കാളി കൈക്ക് വേണ്ട ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഗരം മസാല ഒന്നും എക്സ്ട്രാ ചേർക്കണില്ല. ഞാൻ ചിക്കൻ വെന്ത സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മസാല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഇത് കൂടുതൽ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വരുത്താൻ പറ്റും. ചിക്കൻ ബാക്കി വരുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ എത്ര പൊറോട്ട എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുറിച്ചെടുത്താൽ മതി കേട്ടോ. വലിയതാണെങ്കിൽ കുറച്ച് വലിയ ബോളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ചെറുതാണെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു സാധാരണ മീഡിയം വലിപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും കട്ട് ചെയ്ത് നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. പരത്താൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നുണ്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോന്നും നമുക്കിതുപോലെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ചപ്പാത്തി പലകയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പരത്താനൊക്കെ. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഒരു 12 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു മാവിന്ന്. അപ്പോൾ ഇതിലും ചെറുതാക്കണമെങ്കിൽ എണ്ണം കൂടും കേട്ടോ.
ഇനി നമ്മൾ കുറച്ച് ഓയിലൊന്ന് കൗണ്ടർ ടോപ്പിൽ ആക്കി കൊടുത്തിട്ട് ആണിത് പരത്തിയെടുക്കുന്നത്. ഇത് പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലോ നെയ്യൊക്കെ തേച്ചിട്ട് പരത്തിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടാതാണ് കേട്ടോ. പൊടി ഇട്ട് ചെയ്യുന്നേക്കാളും നല്ലതാണ് തന്നെയാണ്. ഇനി ഇത്രയൊന്നും ഓയിൽ വേണ്ടെന്നുള്ളവരാണെങ്കിൽ കുറച്ച് മൈദ തൂവിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ റോളർ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് ഓയിൽ തേച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയത് കാരണം തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരത്താൻ കഴിയും. ഇത് നമ്മൾ വീശേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഓയിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് ഒരു നീളത്തിലാക്കിയിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഒരുപാട് മസാല ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്തിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പാകത്തിനാക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്കിതുപോലെ തന്നെ പരത്തിയതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ മസാല ഫില്ലിങ് വെച്ചിട്ട് ചുരുട്ടിയിട്ടൊന്ന് റോൾ ചെയ്ത് വെക്കാം. പരത്തുന്നതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്കതിൻ്റെ ആ ഒരു മസാല അതിൻ്റെ ഉള്ളിൽ വരണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെ ചെയ്താലും അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേറെ ഈസി ആയിട്ടുള്ള കാര്യം അറിയുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ അതുപോലെ ഒന്ന് പരത്തിയിട്ട് മസാല വെച്ചിട്ട് ചുരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് വലിഞ്ഞു വരും കേട്ടോ. മൈദ അല്ലേ. ഇത് ആട്ടപ്പൊടിയിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മൈദ കഴിക്കാത്തവരുണ്ടെങ്കിൽ ആട്ട വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. മൈദൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും മൈദ അൺഹെൽത്തി ആണെങ്കിലും മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനും ചെയ്യുന്നൊന്നും കാണിക്കണില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തായി പോകും. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും കാണാനൊക്കെ. അപ്പോൾ ഒരു 3-4 ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് കൂടുതൽ സമയം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം ഒന്നായിട്ട് നമ്മൾ ആദ്യം ചുരുട്ടി വെച്ചത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയാൽ മതി. ഈ സമയത്ത് തന്നെ നമുക്കൊരു പാനോ ഒരു തവയോ ഇതുപോലെ അല്ലെങ്കിൽ ദോശക്കല്ലോ ഒക്കെ സ്റ്റൗവിൽ ഓണാക്കിയിട്ട് വെച്ചാൽ മതി. ഓരോന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. ഇനി വലിയ കല്ലൊക്കെ ഉണ്ട്, ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 ഒന്നിച്ച് തന്നെ ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓരോന്ന് പരത്തുക ചൂടുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ സൗകര്യം പോലെ ചെയ്താൽ മതി. ഈ കുറച്ച് ഫില്ലിങ് പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് പുറത്തോട്ട് വരുന്നില്ല. എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളെ ഫില്ലിങ് ഇങ്ങനെ പുറത്ത് പോവുള്ളൂ. ഇപ്പോൾ ദോശക്കല്ല് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് മുകളിലൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈ ആയാൽ പൊറോട്ടൻ്റെ ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടൂല കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് ഓരോ ഭാഗം തിരിച്ചിട്ടിട്ട് നമുക്ക് 2 ഭാഗം റെഡിയാവുന്ന സമയത്ത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ചട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളി വരും. അപ്പോൾ ഉൾഭാഗം നന്നായിട്ട് വേവുകയും ചെയ്യും. ഈ സമയത്ത് നെയ്യ് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ പൊറോട്ടയും നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പറാത്തയാണ് കേട്ടോ. പറാത്ത, പൊറോട്ട എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പേരുകളിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിത് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു ഹാർഡായി പോകും പൊറോട്ട. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.